എവ്രി വൺ. ഇന്ന് ഞങ്ങൾ നാലമ്പലം പോവുകയാണ്. പാലക്കാട് നിന്നാണ് പോകുന്നത്. തിരുവല്ല മല അവിടെയാണ് പോകുന്നത്. ഫസ്റ്റ് ഹസ്ബൻഡ്, സിസ്റ്റേഴ്സും ഏട്ടനും എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് സൺഡേയും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കാണ്. കണ്ടില്ല എത്ര വണ്ടികളാണ്. ആൾക്കാരിങ്ങനെ പോയവർ തിരിച്ചു വരലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ അമ്പലം എത്തി. തിരുവല്ല മല. ഇവിടെ രാമനും ലക്ഷ്മണനും ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഇപ്പം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട് കണ്ടില്ലേ. അപ്പോൾ ഞങ്ങൾ ആദ്യം പൂ മേടിച്ച് തലയിലൊക്കെ വെച്ചിട്ടാണ് പോയത്. നടക്കാൻ കുറച്ച് ഉണ്ട് ഇവിടുന്ന്. കർക്കിടക മാസത്തിൽ എല്ലാവരും വിസിറ്റ് ചെയ്യുന്നതാണല്ലോ, പോയി പ്രാർത്ഥിക്കുന്നതാണല്ലോ നാലമ്പലം. അപ്പോൾ ഇന്ന് അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഉണ്ടായി. അപ്പോൾ അത് അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ മറ്റേ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ മൊബൈലൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം കയറി നന്നായിട്ടൊക്കെ പ്രാർത്ഥിച്ച ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടുന്ന്. പിന്നെ അതിന് ശേഷം താഴെ ഇറങ്ങി വന്നു. ആൾക്കാർ വന്നുകൊണ്ടും പോയിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് ചുക്ക് കാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതും മേടിച്ചു കുടിച്ചിരുന്നു ഞങ്ങൾ. നല്ല ചൂടായിട്ട്. അപ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ശ്രീരാമനെയും ലക്ഷ്മണനെയും തൊഴുതു. ഇനിയിപ്പോൾ പോകുന്നത് ശത്രുഘ്നൻ്റെ അമ്പലത്തിലാണ്. ഇത് കുത്തന്നൂരാണ് ഉള്ളത്. ഇവിടുന്ന് കുറച്ച് ദൂരം പോകണം. അപ്പോൾ അതിനിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരമുണ്ട്. നല്ല വളവും തിരിവും ഒക്കെ ഉണ്ട് റോഡിൽ. പക്ഷെ നല്ല കാലാവസ്ഥ. എന്തായാലും മഴയും ഇല്ല വെയിലും ഇല്ല. അപ്പോൾ പ്ലസൻ്റ് ആയിരുന്നു. റോഡ് സൈഡിലൊക്കെ നല്ല പച്ചപ്പും കണ്ടില്ലേ. പാഡി ഫീൽഡ്സ് ബോത്ത് സൈഡ്സിൽ നല്ല പോലെ പാഡി ഫീൽഡ്സും ഉണ്ടായിരുന്നു. കാണാൻ തന്നെ നമ്മുടെ കണ്ണിന് നല്ലൊരു കുളിർമ തരുന്ന ഒരു സീനറി. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ പോകുന്നത് ശത്രുഘ്നൻ്റെ അമ്പലത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ ശ്രീരാമനെയും ലക്ഷ്മണനെയും കഴിഞ്ഞ ശേഷം ഇപ്പോൾ ശത്രുഘ്നൻ്റെ അമ്പലം. ഇത് കുത്തന്നൂരാണ്. അപ്പോൾ കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ്. പിന്നെ നമ്മളെല്ലാവരും പോകുമ്പോൾ അതൊരു സന്തോഷം വേറെ തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ യാത്ര ചെയ്ത് നമ്മളിതാ ശത്രുഘ്നൻ്റെ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റോഡ് സൈഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ്. അപ്പോൾ കാറ് നിർത്തിയിട്ട് നമുക്ക് കുറച്ച് അകത്തേക്ക് ഇങ്ങനെ നടന്നു പോകണം. ഇവിടെയും തിരക്കുണ്ട്. എന്നുവെച്ചാൽ ശ്രീരാമനെയും ലക്ഷ്മണനെയും തൊഴുത ശേഷം ആൾക്കാർ ഇങ്ങോട്ടേക്കാണ് വരിക. അപ്പോൾ തൊഴുത ശേഷം വീണ്ടും നമ്മളൊരു ഫോട്ടോയ്ക്ക് എടുത്ത ശേഷം അടുത്തത് ഭരതൻ്റെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് അടുത്ത് തന്നെയാണ്, കുത്തന്നൂർ തന്നെയാണ്. ഇവിടുന്ന് കുറച്ച് അടുത്ത് തന്നെയാണ്. അതപ്പോൾ ഭരതൻ്റെ അമ്പലം എത്തി. ഇത് കണ്ടില്ല, അമ്പലത്തിന് പോകുമ്പോൾ രണ്ട് സൈഡും ഇങ്ങനെ പാഡി ഫീൽഡ്സ് വിരിഞ്ഞ് കിടക്കുന്നുണ്ട്. ആൾക്കാർ പോയിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്, തിരിച്ച് വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. തൊഴുതവരൊക്കെ പാഡി ഫീൽഡ്സാണ് ബോത്ത് സൈഡ്സും. നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. എന്തൊരു നല്ല ലൊക്കേഷനാണ് ഭരതൻ ഇരിക്കുന്നത്. അവിടെ ആ ഒരു കുളവും എല്ലാമായിട്ട്. അങ്ങനെ ഭരതനെയും ഞങ്ങൾ തൊഴാനായിട്ട് പോവുകയാണ്. അമ്പലത്തിനകത്ത് പിന്നെ നമ്മൾ ക്യാമറ എടുക്കുന്നില്ല. പിന്നെ തൊഴുതൊക്കെ തിരിച്ച് വന്ന ശേഷം ആ വയലിൻ്റെ അവിടെ തന്നെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നല്ലൊരു ഹാപ്പി ഫീൽ. എന്നുവെച്ചാൽ മഴ പറഞ്ഞത് ഇന്ന് എന്തായാലും പെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾ വന്നത് പാലക്കാട് കോട്ട, നമ്മുടെ പാലക്കാട് ഫോർട്ട്, ഹനുമാൻ്റെ കോട്ട എന്നും പറയാം. എന്നുവെച്ചാൽ ഹനുമാൻ്റെ അമ്പലം ഇവിടെയുണ്ട്. അപ്പോൾ ഹനുമാനെ തൊഴാനായിട്ടാണ്. അപ്പോൾ ഈ കോട്ടയും കണ്ടില്ലേ എന്ത് ബ്യൂട്ടിഫുള്ളാണ്. നല്ല സീനിക് ബ്യൂട്ടി ഉള്ളൊരു പ്ലേസാണ്. നല്ല ഫേമസ് ഹിസ്റ്റോറിക്കൽ സൈറ്റ് ആണല്ലോ. എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ആണ് മുമ്പിൽ ഇങ്ങനെ നടക്കുന്നത്. ആ വെള്ളയ്ക്ക് ഇങ്ങനെ കണ്ടില്ലേ, ആ കോട്ടയുടെ അവിടെ ഇങ്ങനെ ഒഴുകുന്നത്. ഇപ്പോൾ പൊരി ഇട്ട് കൊടുക്കുകയാണ്. ഇഷ്ടം പോലെ മീനുണ്ട്. പൊരി ഇട്ട് കൊടുക്കുമ്പോഴത്തേനും അവരൊക്കെ അത് കഴിക്കാനായിട്ട് എത്തുന്നുണ്ട്. ഇങ്ങനെ ഉള്ളിലേക്ക് പോകണം, കോട്ടയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകണം നമുക്ക് ഹനുമാനെ തൊഴാനായിട്ട്. അപ്പോൾ ഹനുമാനെ തൊഴാനായിട്ട് പോവുകയാണ്. ശ്രീരാമന് പ്രിയപ്പെട്ട ആളല്ലേ ഹനുമാൻ. അപ്പോൾ നമ്മളെന്തായാലും അവിടെ ഒന്ന് പോയി തൊഴുതിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ തൊഴുതിട്ട് വന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. നട അടയ്ക്കാറുമായി. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള റഷ് ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് തൊഴാനൊക്കെ പറ്റി. അപ്പോൾ തൊഴുത ശേഷം അവിടെ നിന്നിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഹനുമാനെയും പ്രാർത്ഥിച്ച് ഞങ്ങൾ നമ്മുടെ കംപ്ലീറ്റായി. 4 അമ്പലവും അങ്ങനെ കംപ്ലീറ്റായി. അത് നല്ലൊരു സന്തോഷം മനസ്സിന്. എന്നുവെച്ചാൽ ഒരു തടസ്സവും ഇല്ലാതെ
മൂടിക്കെട്ടി ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ മഴയൊന്നും പെയ്തിരുന്നില്ല. ഇവിടെ കുട്ടി കുട്ടി ആമകളും ഉണ്ട് ഈ വെള്ളത്തിൽ. ആമയും മീനും എല്ലാം നമുക്കിവിടെ കാണാം. ആൾക്കാർ പൊരിയൊക്കെ കൊടുത്ത് ഫീഡും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാലക്കാട് കോട്ട. അപ്പോൾ കാണാത്തവരൊക്കെ വന്ന് കാണണം. നല്ല ഭംഗിയാണ് ഈ സ്ഥലം കാണാനായിട്ട്. ഇപ്പോൾ ഒരു 1:30 മണിയൊക്കെ ആയി. ഞങ്ങൾ മാധവരാജ ക്ലബിലാണ്. അവിടെ നിന്നാണ് ഊണ് കഴിച്ചത്. ഗീ റൈസും പിന്നെ മഷ്റൂം മസാല പിന്നെ വെജിറ്റബിൾ കുർമ ചപ്പാത്തി ഇതൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. എന്തായാലും നമുക്ക് നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു. നല്ലൊരു സന്തോഷം, ഒരു തൃപ്തി മനസ്സിന്. അതാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു.